പാഴ്ചെടികളും മണ്ണും നിറഞ്ഞ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുര്യാടിപ്പാലം തോടിന്റെയും കുട്ടോലിപ്പാടം തോടിന്റെയും നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. മഴ ശക്തമായാൽ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും ഇത് കാരണമാവുകയാണ്. വരന്തരപ്പള്ളി കുര്യാടിപ്പാലത്തിന് താഴെയുള്ള തോടിന്റെ ദുരവസ്ഥയാണിത്. ആരംഭത്തിൽ ഏറെ വീതിയുള്ള ഭാഗം പകുതിയോളം മണ്ണ് നിറഞ്ഞ് നികത്തപ്പെട്ട അവസ്ഥയിലാണ്. ശക്തമായ മഴ പെയ്താൽ തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തും. കനത്ത മഴയിൽ സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് വെള്ളം കയറി പലതവണ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും വാഹന ഗതാഗതം തടസ്സപ്പെടുന്നതായും വർക്ക്ഷോപ്പ് ഉടമ സണ്ണി ആറ്റുപുറം പറഞ്ഞു. എല്ലാ വർഷത്തിലും ഇവിടെ വെള്ളം കയറാറുണ്ട്. ഈ തോട്ടിത്തെ മണ്ണ് എടുത്ത് കളയാത്ത രണ്ടോണാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പല പ്രാവശ്യങ്ങൾ പഞ്ചായത്തിൽ പോയിരുന്നു, അവരൊന്നും സഹകരിച്ചിട്ടില്ല. അവർ 6 കൊല്ലത്തിന് മുകളിൽ അതിൻ്റെ ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇപ്പം എല്ലാ കൊല്ലവും ഇവിടെ വെള്ളം കയറാറുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്തുകാർക്കും അറിയാം, എല്ലാം അറിയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുര്യാടിപ്പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ പുല്ലുമൂടിയ അവസ്ഥയിലാണ്. റോഡിന്റെ വശങ്ങളിൽ പുല്ല് നിറഞ്ഞതോടെ റോഡിന്റെ വീതി കുറഞ്ഞ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായും കാൽനടയാത്ര സാധ്യമാകാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസിയായ വർഗീസ് കുഴിയാനി ചൂണ്ടിക്കാട്ടി. അപ്പൊ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുടിപ്പാലത്തിന്റെ അവിടെ മെയിനായിട്ട് കൈവരി കാണത്തില്ല. മുഴുവൻ കാടും അതേമാതിരി അറ്റ്ലീസ്റ്റ് മരങ്ങളിൽ നിന്നിട്ട് ഡെയിലി ആക്സിഡന്റ് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 10 ആക്സിഡന്റ് ഒരു 2-3 മാസത്തിനുള്ളിലായി. കാരണം വണ്ടികൾ പോകുമ്പോൾ സൈഡ് കൊടുക്കാൻ അവർക്ക് സ്ഥലമില്ല. അതേമാതിരി അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. പല പ്രാവശ്യം പഞ്ചായത്തിലൊക്കെ അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അന്ന് കൂടെ ഒരു ശരിയായിട്ടുള്ള അതിൻ്റെ ഒരു ആക്ഷൻ ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് വളരെയധികം ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയ ആൾ ഡീറ്റെയിൽ വേണമെങ്കിൽ തരാം, ആരൊക്കെ എവിടെ ആക്സിഡന്റ് ആയി എന്താണെന്നുള്ളതൊക്കെ. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി, മരങ്ങളൊക്കെ ഇടിഞ്ഞ് നിൽക്കുകയാണ്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെട്ടി വൃത്തിയാക്കി തരികയാണെങ്കിൽ ഈ PW റോഡിൽ നിൽക്കുന്നത് വളരെയധികം ശോചനാവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് എന്തെങ്കിലും ശരിയാക്കി തരികയാണെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇടപെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കുട്ടോലിപ്പാടം തോടിന്റെ വശങ്ങളിലും പുല്ലുകൾ വളർന്ന് ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. കനത്ത മഴയിൽ മലവെള്ളം വലിയ തോതിൽ എത്തുന്നതോടെ പല സമയത്തും പ്രദേശത്തെ പറമ്പുകളിലും റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയതായി പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വർഷങ്ങളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്തെ തോടുകളിൽ വെള്ളം ഒഴുകി പോകാത്തൊരവസ്ഥ. തോട്ടിൽ ചെളിയും മാലിന്യവും കാടും നിറഞ്ഞത് മൂലം വെള്ളം ഒഴുകി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വർഷങ്ങളായിട്ട് അവിടെ മലവെള്ളം 2 വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെയധികം വെള്ളക്കെട്ടാണ്. ആ സമീപ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. 30 വർഷത്തിലേറെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുരിയടിപ്പാലത്തിലെ ആ തോട്ടിലെ മൺതിട്ട മാറ്റണമെന്നും വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോലിപ്പാടത്തെ തോടുകൾ ക്ലീൻ ചെയ്ത് കാടും വെട്ടിവെടുപ്പാക്കി വെള്ളം ഒഴുകി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ വരന്തരപ്പള്ളി പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി തോടുകളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പുല്ലും കാടും മണ്ണും നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെടുന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുര്യാടിപ്പാലം തോടിന്റെയും കുട്ടോലിപ്പാടം തോടിന്റെയും ദുരവസ്ഥ സമീപവാസികൾക്ക് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. മഴയൊന്ന് കനത്ത് പെയ്താൽ ഇരുതോട്ടിലെയും വെള്ളം നിറഞ്ഞ് സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഈ തോടുകൾ വൃത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.